ഫ്രണ്ട്സ്, എല്ലാവർക്കും സിംഗിൾ സ്റ്റാർ അറ്റ് ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വയനാട്ടിലേക്ക് ഒരു യാത്രയാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ കരിന്തണ്ടനെ കണ്ടു. കരിന്തണ്ടന്റെ ബോർഡൊക്കെ ഞങ്ങളൊന്ന് വായിച്ചു നോക്കി. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ഞങ്ങളുടെ മാമിൻ്റെ വീട്ടിലേക്കാണ്. മാമിൻ്റെ വീട്ടിൽ കുറേ പൂക്കളും മരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അവിടെ മാമിൻ്റെ വീടെന്ന് പറയുന്നത് നല്ല പൂക്കളും ഒക്കെ ഉള്ളൊരു പൂന്തോട്ടം പോലെയാണ്. അപ്പം ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല വ്യൂ ആണ് അവിടെ നിന്ന് കാണാൻ. അപ്പം ഒരു ബട്ടറിൻ്റെ ഒരു ട്രീ ഉണ്ടായിരുന്നു. അവിടെ നിറയെ കായ്കളാണ്. നിറയെന്ന് വെച്ചാൽ അത്രയ്ക്കും ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ ബട്ടറിൻ്റെ കായൊക്കെ. നിറയെ കായ്കളുണ്ട്. പക്ഷേ കുഞ്ഞു കുഞ്ഞു കായ്കളാണ്. അത് മുളച്ചിങ്ങനെ വരുന്നേ ഉള്ളൂ. അടുത്ത പ്രാവശ്യത്തിന് നല്ല വലുതായി വരും തോന്നുന്നു. അപ്പം നല്ലൊരു ബട്ടറാണ് ഇത്. ഞങ്ങൾ കൗതുകത്തോടെ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാവാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കും. ഹലോ കൂട്ടുകാരെ, ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ടോ. ഈ ചാനൽ ഇതുവരെ കാണാത്തവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ട് പോണേ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി കുട്ടികൾക്കൊക്കെ പോയി രാവിലത്തെ ഭക്ഷണം നൂൽപുട്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിച്ച് പിന്നെ ഞങ്ങൾ പിന്നെയും പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മൾബറി പറിക്കാൻ പോയി. ഞങ്ങൾ മൾബറി പറിക്കാൻ പോയി. കുറേ മൾബറി ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു മൾബറി. നാട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ എല്ലാം പറിച്ചിട്ട് ഉണ്ടായിരുന്നു. മെൽബറിയുടെ കാര്യം തീരുമാനമാക്കി ഞങ്ങൾ നേരെ വിട്ടത് നാരങ്ങേൻ്റെ അടുത്താണ് കേട്ടോ. ഞങ്ങൾ പിന്നെ കുറേ നാരങ്ങ ഞങ്ങൾ വീട്ടിലേക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കണ്ടോ നാരങ്ങ? ഇതാണ് ഞങ്ങൾ അവിടെ നിന്ന് കുറേ പാർസലാക്കി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി. നാരങ്ങ നല്ലോണം ഉണ്ടാവും വയനാട്ടിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി വയനാട്. ഞങ്ങളുടെ പിന്നെ ഷാബി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ
അപ്പോഴേക്കും കാട്ടാട് ഉണ്ട് എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ കാട്ടാടിനെ കിട്ടിയില്ലേ. കാട്ടാടിൻ്റെ വഴിക്ക് പോയി. ഇപ്പം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കാട്ടാടിനെ. അപ്പോൾ അത് ഓടിക്കാനോ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. ഇതപ്പോൾ വയനാടൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്തവർ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ട് പോണേ. ടാറ്റാ.